അഷ്ടമി രോഹിണി ആഘോഷങ്ങൾക്ക് ഒരുക്കം പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവരിയിൽ നിന്ന് ദർശനം നടത്തുന്നവർക്കാണ് മുൻഗണന. വരി കൊടിമരത്തിനു സമീപത്തുകൂടി നേരിട്ട് അകത്ത് പ്രവേശിക്കും. മുതിർന്ന പൗരന്മാർക്ക് പുലർച്ചെ 4:30 മുതൽ 5:30 വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയും പ്രത്യേക വരിയുണ്ട്. തദ്ദേശ നിവാസികൾക്ക് നിലവിലുള്ള രീതി തുടരും. ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള ദർശന സൗകര്യമുണ്ടാകും. അഷ്ടമി രോഹിണി ആഘോഷത്തിനായി 38.4 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. അഷ്ടമി രോഹിണിക്ക് എല്ലാവിധ തയ്യാറെടുപ്പുകളും ദേവസ്വം ഭരണസമിതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, അഷ്ടമി രോഹിണി എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാന്റെ പിറന്നാളാണ്. അന്ന് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരും. ഇത്തവണ അത് ഞായറാഴ്ച കൂടി ആണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ 38,47,700 രൂപയുടെ ഒരു എസ്റ്റിമേറ്റാണ് നമ്മളിപ്പോൾ ഇതിന് ഉള്ളത്. ഇതിനകത്ത് വലിയൊരു പങ്ക് ഭക്ഷണത്തിന് തന്നെയാണ്. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചകഴിഞ്ഞും കാഴ്ചശീവേലിയുണ്ട്. രാവിലെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. ഉച്ചകഴിഞ്ഞ് വൈക്കം ചന്ദ്രന്റെ പ്രമാണത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് ഗുരുവായൂർ ശശിമാരാരുടെ തായമ്പകയുണ്ട്. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ശശിമാരാരും മുരളിയും നയിക്കുന്ന എടക്ക നാഗസ്വരമേളം അകമ്പടിയാകും.